നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ഭാവിയുടെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ അന്തസ്സിൻ്റെയും അടിത്തറയാണ്. ഭവനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എത്തുന്നു. വാസ്തുശാസ്ത്രത്തിൻ്റെ പങ്കെന്താണ്? മനുഷ്യന് പ്രകൃതിയിലേക്കുള്ള ഒരു പാലമാണ് വാസ്തുശാസ്ത്രമെന്ന് നിസ്സംശയം പറയാം. ഐശ്വര്യവും ആരോഗ്യവും കുടുംബ സമാധാനവും സാമ്പത്തിക പുരോഗതിയും എല്ലാം വാസ്തുവിലെ ദിശാക്രമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പരമ്പരാഗത വാസ്തുശാസ്ത്രം പറയുന്നത്. ഈ അധ്യായത്തിൽ ആഗ്നേയ അഥവാ കിഴക്ക് ദിശയെക്കുറിച്ചും അതുപോലെ നൈഋതി അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശയെക്കുറിച്ചും ചില വിവരണങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക. അവസാനം വരെ കണ്ടാൽ ഈ ദിശകളെക്കുറിച്ച് ചില അടിസ്ഥാന അറിവുകൾ ലഭിക്കും. ആദ്യമായൊരു കാര്യം, യഥാർത്ഥ വാസ്തുശാസ്ത്രത്തിൽ തുല്യങ്ങളായ 16 ദിശകളുണ്ടെന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അതിലൊന്ന് മാത്രമാണ് കിഴക്ക്, അതിലൊന്നാണ് വടക്ക്, അതിലൊന്നാണ് വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക് എന്നിങ്ങനെ. ആദ്യം ആഗ്നേയ. പേര് പോലെ തന്നെ ഈ ദിശയുടെ തത്വം അഗ്നിയും ദേവത അഗ്നിദേവനുമാണ്. അഗ്നി എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും തീയല്ല. ഊർജം, ശക്തി, തേജസ്, ചൂട് എന്നിവയെല്ലാം ഇതിൻ്റെ വരുതിയിൽ വരുന്നു. യഥാർത്ഥ വാസ്തുശാസ്ത്ര പ്രകാരം ആഗ്നേയ പാക് ഉച്ചത എന്നാണ്. ആഹാരം പാചകം ചെയ്യുവാനായി ഭവനത്തിലെ ആഗ്നേയ അഥവാ തെക്ക് കിഴക്ക് ദിശയെ ഉപയോഗിക്കണമെന്നാണ് ഇതിൻ്റെ സാരാംശം. തെക്ക് കിഴക്ക് ദിശയിൽ അടുക്കളയുണ്ടെങ്കിൽ ധനാഗമനം സുനിശ്ചിതമാവുന്നു. തെക്ക് കിഴക്ക് ദിശയിലെ അടുക്കളയിൽ കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പാചകം ചെയ്യാൻ. കൂടാതെ ഈ ദിശയെ വൃത്തിയായും വായു സഞ്ചാരമുള്ളതായും സൂക്ഷിക്കണം. തെക്ക് കിഴക്ക് ദിശയിൽ ഒഴിവാക്കേണ്ട നിർമ്മിതികൾ ഏതൊക്കെയെന്ന് നോക്കാം. കിണർ, ബോർവെൽ, ജലസംഭരണി, പൂജാമുറി, മാസ്റ്റർ ബെഡ്റൂം, ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കും ഈ ദിശയിൽ വരാൻ പാടില്ല. തെക്ക് കിഴക്ക് ദിശയിൽ മാസ്റ്റർ ബെഡ്റൂം വന്നാൽ ദമ്പതികൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാവുക, മാനസിക അസ്വസ്ഥത, ദേഷ്യം, അസഹിഷ്ണുത എന്നിവ വർദ്ധിക്കുക, ഉറക്കവും മനഃശാന്തിക്കുറവും അനുഭവപ്പെടുക, സ്ത്രീകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവുക, കുടുംബ ജീവിതത്തിൽ ഐക്യത കുറയുക, തൊഴിലിലോ ബിസിനസ്സിലോ സ്ഥിരതക്കുറവ് അനുഭവപ്പെടുക എന്നിവ ഉണ്ടാകുന്നു. തെക്ക് കിഴക്ക് ദിശയിൽ ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കും വന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. വീട്ടിലെ സമാധാനവും സന്തോഷവും കുറയുക, ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കുക, സാമ്പത്തിക സ്ഥിരത കുറയുകയും അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുക, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി സ്ത്രീകൾക്ക് അനുഭവപ്പെടുക, ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറയുക എന്നിവയൊക്കെ അനുഭവിക്കേണ്ടി വരും. തെക്ക് കിഴക്ക് ദിശയിൽ പൂജാമുറി ഉണ്ടെങ്കിലോ അതുകൂടി പറയാം. പ്രധാനമായും ഇവിടെ ചെയ്യുന്ന പൂജയ്ക്ക് ഫലപ്രാപ്തി ലഭിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദുർഗാദേവിയെ ഇവിടെ വച്ച് പൂജിച്ചാൽ വലിയ ഗുണങ്ങൾ ലഭിക്കുന്നു. മറ്റ് പൂജകൾ ഇവിടെ പാടില്ല. ആത്മീയ പുരോഗതി നഷ്ടമാകും, ലഭിക്കേണ്ട മനഃശാന്തി ലഭിക്കുകയില്ല, വീട്ടിൽ അനാവശ്യമായ കലഹങ്ങളും അലോസരങ്ങളും വർദ്ധിക്കുന്നു, ധനകാര്യത്തിൽ സ്ഥിരതക്കുറവ് ഉണ്ടാവുക എന്നിവ ഉണ്ടാകുന്നു. വാസ്തുവിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു ദിശയാണ് ആഗ്നേയ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശ. ഇനി നൈഋതിയെപ്പറ്റി അല്പം പറയാം. തെക്ക് പടിഞ്ഞാറ് ദിശയുടെ തത്വമാണ് ഭൂമി. ദേവൻ പിശാചുക്കളുടെ രാജാവായ നൈഋതിയാണ്. വാസ്തുവിൽ ഏറ്റവും ശക്തമായ ദിശകളിൽ ഒന്നായി കണക്കാക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശ സ്ഥിരതയെയും സുരക്ഷതയെയും കുടുംബ നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇവിടുത്തെ ഗുണങ്ങൾ നന്നായി ജീവിതത്തിൽ ലഭിക്കാനായി എന്തെല്ലാം നിർമ്മിതികൾ ഇവിടെ ഉചിതമാണെന്ന് നോക്കാം. വീട്ടുടമയുടെ ബെഡ്റൂം, വിലപിടിപ്പുള്ള രേഖകൾ, ഭാരമുള്ള ഫർണിച്ചറുകൾ, പണവും സ്വർണവും എന്നിവ വയ്ക്കുവാനുള്ള സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് ദിശ.
കാരണം സ്ഥിരതയുള്ള ഭൂമിയാണ് ഇവിടുത്തെ തത്വം. മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ഇവിടെ പാടില്ലാത്തത് എന്തൊക്കെയെന്ന് കൂടി നോക്കാം. കിണർ, ബോർവെൽ, താഴ്ച, കുഴി, ടോയ്ലറ്റ് ആൻഡ് സെപ്റ്റിക് ടാങ്ക് എന്നിവ ഇവിടെ ദോഷങ്ങൾ വരുത്തുന്നതാണ്. ഇവിടെ കക്കൂസും സെപ്റ്റിക് ടാങ്കും വന്നാൽ കുടുംബനാഥന് ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സങ്ങളും, ജോലികളിൽ കാലതാമസവും, സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ സ്ഥിരത കുറയുക, അയൽപക്കക്കാരുമായി യോജിപ്പ് ഉണ്ടാകാതിരിക്കുക, സാമ്പത്തിക സ്ഥിരത ഇല്ലാതാകുക, കടബാധ്യത വർദ്ധിക്കുക, ഇതെല്ലാമാണ് അനുഭവിക്കേണ്ടി വരിക. ഏകദേശം ഇതുപോലെ തന്നെയാണ് കിണറും ബോർവെല്ലും വന്നാലും. കിണറും ബോർവെല്ലും വന്നാലുള്ള മറ്റ് ദോഷങ്ങളാണ് ദൈവാധീനം പാടെ കുറയുക, കേസുകളിൽ പെട്ടുപോവുക എന്നിവ. വാസ്തുശാസ്ത്രപ്രകാരം തെക്ക് പടിഞ്ഞാറ് ദിശയെ വീടിൻ്റെ സ്ഥിരത, ഗൃഹനാഥൻ്റെ ശക്തി, സാമ്പത്തിക സുരക്ഷിത, കുടുംബ ഐക്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തെക്ക് കിഴക്ക് ദിശയിലും തെക്ക് പടിഞ്ഞാറ് ദിശയിലും ജലതത്വത്തിന് വിരുദ്ധമായ തത്വങ്ങളായ അഗ്നിയും ഭൂമിയുമാണ്. അതിനാൽ ജലസംബന്ധമായ ഒരു വ്യവസ്ഥയും ഇവിടെ പാടില്ല. അഗ്നിയിൽ ശരിയായ അഗ്നിതത്വമുണ്ടായാൽ നൈരുതിയിൽ സ്ഥിരത ശക്തിപ്പെടുന്നു. ആഗ്നേയയിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വാസ്തുദോഷങ്ങൾ, ഉദാഹരണത്തിന് കിണർ, ടോയ്ലറ്റ് എന്നിവ ഉണ്ടെങ്കിൽ അത് കുടുംബനാഥൻ്റെ സാമ്പത്തികവും മാനസികവുമായ സ്ഥിരതയെ ബാധിക്കും. അതുപോലെ നൈരുതിയിൽ ഭാരമുള്ളതും ഉയർന്നതും സുരക്ഷിതവുമായിരിക്കുമ്പോൾ ആഗ്നേയയിലെ ഊർജം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ആഗ്നേയ എനർജി അഥവാ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു, നൈരുതി സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരതയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ശക്തി മാത്രം ഉണ്ടായാൽ മതിയാവില്ല, സ്ഥിരതയും വേണം. അതുപോലെ സ്ഥിരത മാത്രം ഉണ്ടായാൽ പോരാ, പ്രവർത്തനശേഷി ഇല്ല എങ്കിൽ പുരോഗതി പാടെ മന്ദഗതിയിലാകും. അതിനാൽ ഇതിൽ മനസ്സിലാക്കേണ്ടത് വാസ്തുവിലെ 16 ദിശകളും അതിൻ്റേതായ രീതിയിൽ സന്തുലിതമായിരിക്കണം ഒരു ഭവനത്തിൽ. പ്രിയരെ, ഓരോ വീടും ഒരുപോലെയല്ല. അതിനാൽ വാസ്തു നിർദ്ദേശങ്ങൾ, വീടിൻ്റെ രൂപകൽപ്പന, സ്ഥലം, കുടുംബനാഥൻ്റെ ആവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് വിലയിരുത്തുന്നതാണ് ഏറ്റവും ഉചിതം. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.